ടു ഷിമീസ് ഗ്രേസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ബെറി അപ്പാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് സ്ട്രോബെറി ക്രഷാണ്. പിന്നെ നമുക്ക് വേണ്ടത് യോഗട്ടാണ്. ഇത് ഫ്രൂട്ട് യോഗട്ടാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാനിവിടെ സ്ട്രോബെറി ഫ്ലേവറുള്ള ഫ്രൂട്ട് യോഗട്ടാണ് എടുത്തേക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് പൈനാപ്പിൾ കിട്ടും, അതുപോലെ പേരക്കയുടെ കിട്ടും, ബ്ലൂബെറി കിട്ടും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ സ്ട്രോബെറിയുടേതാണ് തയ്യാറാക്കുന്നത്. ഇത് ബ്ലൂബെറിയുടെ യോഗട്ടാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. പല പല ഫ്ലേവറിൽ കിട്ടും. അപ്പോൾ ബ്ലൂബെറിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ബ്ലൂബെറിയുടെ ക്രഷും എടുക്കണം. ഞാനിവിടെ സ്ട്രോബെറിയുടെ തയ്യാറാക്കുന്നത് കാരണം സ്ട്രോബെറിയുടെ ക്രഷാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മ്യൂസ്ലിയാണ്. ഇതും സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ഇതിൻ്റെ പാക്കറ്റ് കാണിക്കാം. ഇത് കെലോഗ്സിൻ്റെ മ്യൂസ്ലിയാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഫ്രൂട്ട് ആൻഡ് നട്ടാണ്. ഇത് നട്ട് മാത്രമായിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് ബെറിയപ്പ് തയ്യാറാക്കാനായിട്ട് ഫ്രൂട്ട് ആൻഡ് നട്ടിൻ്റെ മ്യൂസ്ലി തന്നെ എടുക്കുക. കെലോഗ്സിൻ്റെ ഒരു ബ്രാൻഡാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബെറിയപ്പ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ബെറിയപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഹൈറ്റുള്ളൊരു ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. സാധാരണ മുകളിലും താഴെയോ ഓപ്പൺ ആയിട്ടുള്ള ഗ്ലാസ്സാണ് എടുക്കുന്നത്. അങ്ങനത്തെ ഗ്ലാസ് എനിക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ സാധാരണ ഒരു ഗ്ലാസ് എടുത്തേക്കാണ്. അതിലേക്ക് ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വാനില ഐസ്ക്രീം എടുക്കുമ്പോഴേക്കും കുറച്ച് മെൽറ്റായിട്ടുള്ള വാനില ഐസ്ക്രീം വേണം എടുക്കാനായിട്ട്. നമ്മളിത് അപ്സൈഡ് ഡൗൺ മറിക്കുമ്പോഴേക്കും അത് ഒഴുകി സ്പ്രെഡായിട്ട് പോകണം. അതുകൊണ്ട് മെൽറ്റായ ഇതാണ് എടുത്തേക്കുന്നത്. മുഴുവൻ മെൽറ്റായിട്ടില്ല, കുറച്ച് മെൽറ്റായിട്ടുള്ള വാനില ഐസ്ക്രീം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ യോഗട്ട് ചേർത്ത് കൊടുക്കുകയാണ്. സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഫ്രൂട്ട് യോഗട്ട് അതും 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രൂട്ട് യോഗട്ട് പകുതിയോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സ്ട്രോബെറി ക്രഷ് ചേർത്ത് കൊടുക്കാം. ഇത് പുറത്തേക്ക് കാണത്തക്ക വിധത്തിൽ ചേർക്കുക. എന്നാലാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. ഇനി ഇതിലേക്ക് അടുത്ത ലെയറായിട്ട് ബാക്കി വന്ന ഹാഫ് നമ്മൾ ചേർത്തു. ഇനി ബാക്കി ഹാഫ് യോഗട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് മ്യൂസ്ലിയാണ്. മ്യൂസ്ലി അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ കെലോഗ്സിൻ്റെ കോൺഫ്ലേക്സ് ചേർത്താലും മതിയാവും. മ്യൂസ്ലി ആണെങ്കിൽ കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ബെറിയപ്പം സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അപ്സൈഡ് ഡൗൺ മറിച്ചെടുക്കണം. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കമഴ്ത്തി വെക്കുക. എന്നിട്ട് നമുക്കിത് മറിച്ചെടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ് ഒന്ന് പൊക്കിയെടുക്കണം. ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബെറി അപ്പ്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും സ്ട്രോബെറി ഫ്ലേവറിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മ്യൂസ്ലിയും സ്ട്രോബെറി ക്രഷും ഐസ്ക്രീമും യോഗട്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.